ഇന്നലെ കണ്ടൊരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്താൽ ഒന്ന് കണ്ടു നോക്കിയാൽ ജസ്റ്റ് ഒരു ഹാർട്ട് കമന്റ് ചെയ്യാൻ പറ്റുമോ? എന്നങ്ങ് കിട്ടാൻ പോകുന്നത് സൗജന്യമായി ഉംറ ചെയ്യാനുള്ള അവസരമാണ്. അതും വെറും 5 ദിവസം കൊണ്ട്. ഇതിനെ നിങ്ങൾ സ്റ്റോറി ഇട്ടൊന്നും കഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല. ജസ്റ്റ് നമ്മൾ 2 ഫോളോവർ ആയിരിക്കുക. നമ്മുടെ ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഈ വീഡിയോ 3 പേരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്നേക്ക് 5-ാം ദിവസം ലൈവായി വന്നിട്ട് നമ്മൾ വിന്നർ അനൗൺസ് ചെയ്യുന്നതാണ്. പോയ ഒരു കമന്റ് കിട്ടിയാലൊരു സൗഭാഗ്യം. എന്തൊക്കെ രീതിയിലുള്ള പ്രമോഷൻ അല്ലേ ഒരു കുറച്ചൊന്ന് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഒരാൾക്കേ ഉംറ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാളെ അവർ കമൻറ്റ് പിക്കർ വഴി ഒരാളെ സെലക്ട് ചെയ്യും, ഫോളോ ചെയ്യണം, ഇത്ര പേരെ കമൻറ്റ് ചെയ്യണം, എന്നിട്ട് ഇത്ര പേർക്ക് അയച്ചു കൊടുക്കണം എന്നൊക്കെ ഒരുപാട് കണ്ടീഷൻസ് ചെയ്ത് വെക്കാറുണ്ട് ഗിവ് വേക്ക് വേണ്ടി. ഗിവ് നമ്മൾ കാണാറുണ്ട്, നമ്മളത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഗിവ് വേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ വെച്ച് പറയുന്നത് അതൊരു ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല. എന്നാലും ഞാൻ പറയുക കാര്യം ഇവർ ഇത്രയും പേര് ഫോളോ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ, ഇപ്പം ആരെങ്കിലും ഒരാൾ കമൻറ്റ് ഇട്ട് അതിന് കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ആ ഗിവ് കിട്ടത്തില്ല. എന്തൊരു റീച്ചിന് വേണ്ടിയിട്ട് ഒരു വേറെ എന്തെങ്കിലും കാര്യമൊക്കെയാണ് നമുക്ക് വേണ്ട പോട്ടെന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലെ ഉംറ ചെയ്യുന്നതിൽ ഇങ്ങനെ എത്രയോ ആൾക്കാരായിരിക്കും ഇവരെ ഈ ഒരു കിട്ടാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നതിന് ആലോചിക്കണം. കാരണം ഇങ്ങനെ ഫോളോ ചെയ്ത് ഫോളോസിനെ കൂട്ടിയിട്ട് അവർ ആകെ സെലക്ട് ചെയ്യുന്ന ഒരാളെയാണ്, മനസ്സിലായത്. അപ്പം ബാക്കി അത്രയും ഫോളോ ചെയ്യുന്നവർ എന്തിനു വേണ്ടി വിഷമിക്കും? നമുക്കൊരു പൈസ കിട്ടുന്നതിന് അല്ലെങ്കിൽ ഒരു കാറ് കിട്ടുന്നതിന് അപ്പോൾ ആരും ഇത്ര വലിയ വിഷമമൊന്നും കാണില്ല. പക്ഷേ ഈ ഉംറ ചെയ്യാന്ന് പറയുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കും. ഈ അടുത്ത് ഞാൻ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു, 1000 പേരിൽ നിന്ന് 1000 രൂപ വെച്ചിട്ട് GPay ചെയ്തിട്ട്, അത് ഉംറയാണ്, 1000 പേരിൽ ഒരാളെ സെലക്ട് ചെയ്യും. ആ വീഡിയോസിൻ്റെ ലൈക്കും ഷെയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു 1000 10,000 ഒന്നും അല്ല പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഉംറയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു പുണ്യകർമ്മം വെച്ചിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പം പരമാവധി ഉമ്മമാരിങ്ങനെ യൂട്യൂബൊക്കെ കാണുമ്പോഴേക്കും പരമാവധി ഇതുപോലുള്ള കാര്യത്തിന് സ്കിപ്പ് ചെയ്ത് വിടുക. ഓരോ നേർച്ചയെന്നും പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പൈസ പിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പല ഉസ്താക്കന്മാർ ഇതിനെ പറ്റി പറയുന്നുണ്ട്. ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉംറയ്ക്ക് കൊണ്ടുപോകാന്നുള്ളത് പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം തോന്നി. കാര്യം അത്ര ആൾക്കാർ വേസ്റ്റ് അല്ലേ. അപ്പോൾ അവർക്ക് റീച്ച് ആയിരിക്കും, പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിട്ടായിരിക്കും ആ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റോ അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടാവും. അപ്പോൾ ആ പോകുന്നവർക്കും ആ ഒരു ഉംറയുടെ വർക്കത്തുണ്ടാവുമെന്നൊക്കെ ഈ ഇടുന്നവരെന്ന് ആലോചിക്കണം. എന്നിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്.